ആരെയും ആശ്രയിക്കാതെ സ്വന്തമായൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചു. അച്ഛൻ്റെ മരണശേഷം അച്ഛൻ്റെ ബന്ധുക്കളാണ് കിച്ചുവിനെ സംരക്ഷിച്ചിരുന്നത്. പിന്നാലെ കിച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെറിയ രീതിയിൽ വരുമാനം കണ്ടെത്താൻ തുടങ്ങി. ഇതിനോടകം 2.5 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബേഴ്സ് കിച്ചു നേടിയെടുത്തു. യൂട്യൂബ് വരുമാനം കൊണ്ട് പഠനവും ഒരു പുതിയ വാഹനവും ജീവിത ചിലവും ഇപ്പോൾ ഒരു ബിസിനസ്സും കിച്ചു ആരംഭിച്ചു കഴിഞ്ഞു. ഭാവി സുരക്ഷിതമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കിച്ചു ക്ലോത്തിംഗ് ബ്രാൻഡ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. ലൂപ്സി ബൈ കിച്ചു എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടീഷർട്ടുകളാണ് പ്രധാന ആകർഷണം. ആദ്യത്തെ തൻ്റെ ഡിസൈൻ കഴിഞ്ഞ ദിവസം കിച്ചു റിവീൽ ചെയ്തു. വാട്സപ്പ് വഴിയാണ് ഓർഡറുകൾ സ്വീകരിക്കുന്നത്. ഡിസൈൻ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങാനുള്ള താൽപ്പര്യം പ്രകടിപ്പിച്ച് ഇതിനോടകം തന്നെ നിരവധി പേർ കമൻറ്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട്. അതേസമയം ചിലർ രേണുവിനെ പോയി കാണാൻ കിച്ചുവിനെ ഉപദേശിക്കാനും മറന്നില്ല. കിച്ചു മോനെ, അമ്മയുടെ അടുക്കൽ നിൽക്ക് മോനെ, അച്ഛനെ ഓർത്ത് പോകണം മോൻ. ഒരാൾക്ക് മോനിലൂടെ ഒരു ആശ്വാസം ഉണ്ടാകുന്നെങ്കിൽ അത് നല്ലതാണ്. അമ്മയെ പോയി കാണണം മോനെ, അവർക്ക് അതൊരു സന്തോഷവും ആശ്വാസവുമാകും. നന്ദിയില്ലാത്ത മക്കൾ മാതാപിതാക്കളുടെ സ്നേഹവും ത്യാഗവും വിലമതിക്കാറില്ല. എങ്ങനെ പോയി കാണും? കിച്ചു രേണുവിനെ എന്തൊക്കെയാണ് പറഞ്ഞത്? നന്ദിയില്ലാത്ത ചെറുക്കൻ. കിച്ചു മോനെ, അമ്മയെ പോയി കാണണേ. മനുഷ്യൻ്റെ അവസ്ഥയാണ്, പറയാൻ പറ്റില്ല എപ്പോഴാണ് എന്താണ് സംഭവിക്കുകയെന്ന് എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ. എന്നാൽ രേണു ഫാൻസിന് മറുപടി നൽകിയത് കിച്ചു ആയിരുന്നില്ല, പ്രേക്ഷകരായിരുന്നു. രേണുവിന് അസുഖം വന്നെന്ന് കരുതി കിച്ചു അവരുടെ അവഗണന അനുഭവിക്കാൻ അവിടെ പോകണമെന്നില്ല. മോൻ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവരെ മൈൻഡ് ചെയ്യേണ്ട, അവർ കുരച്ചുകൊണ്ടേയിരിക്കും. നല്ലത് മാത്രം ചിന്തിക്കൂ, നന്മയോടെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. വിമർശിക്കുന്നവർ ഒന്നും വീട്ടിൽ കൊണ്ടുവന്ന് തരില്ല. മോൻ വിഷമിക്കരുത്. ഒരു കാരണവശാലും ഇനി മോശപ്പെട്ട വഴിയിൽ പോകരുത്. കിച്ചുവിന് എതിരെ കിടന്നു കുരക്കുന്നവരോട് രേണു കാണിച്ചതുപോലെ ഒന്നിനും കിച്ചു പോയില്ലല്ലോ. അവന് ചെയ്യാനുള്ള കടമകൾ ചെയ്ത് അവൻ മുന്നോട്ട് പോകുന്നു. പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത ഫ്ലവേഴ്സ് ചാനലിനെ മറന്നിട്ടുമില്ല, ആരെയും തള്ളിപ്പറഞ്ഞിട്ടുമില്ല. സ്വന്തമായി വരുമാനം വേണമെന്ന് തോന്നിയപ്പോൾ അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ ഒരു പ്രായത്തിൽ ഒരു ബിസിനസ് അവൻ സ്റ്റാർട്ട് ചെയ്ത്, അത്രയുള്ളൂ. അവൻ അവൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. രേണുവിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നാണ് കിച്ചുവിനെ പിന്തുണച്ചവർ പറഞ്ഞത്.